നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശനി. എന്നാൽ ശനിയുടെ പ്രവൃത്തി അത്തരത്തിലായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ കാര്യത്തെ ശരിയായി വിചാരിക്കുന്നവരുമുണ്ട്. എന്നാൽ അതികഠിനമായ ദോഷഫലങ്ങൾ നൽകുന്നതിൽ മികച്ചതാണ് ശനി എന്ന ഗ്രഹം. കർമ്മദാതാവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മഫലം എപ്രകാരമാണോ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുന്ന ഗ്രഹം കൂടിയാണ് ശനി. ഇതാണ് സത്യം. ഏഴര ശനി, ജന്മശനി, കണ്ടകശനി എന്നീ ദോഷങ്ങൾ പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതുമാണ്. അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ 3 ശനി ദോഷങ്ങളെയും അതിൻ്റെ കാഠിന്യം വളരെ കുറച്ച് മാത്രം ലഭിക്കുന്നതായ ചില രാശിക്കാരുണ്ട്. അത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അവർ ശനിയുടെ പ്രിയപ്പെട്ട രാശിക്കാരാണ് എന്നതിൽ സംശയം വേണ്ട. ശനിദേവന്റെ കോപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ദോഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ രാശിക്കാരിൽ അവസാനിക്കുകയോ അല്ലെങ്കിൽ ദോഷകരമായ ഫലങ്ങൾ മറ്റു രാശിക്കാരെ അപേക്ഷിച്ച് കുറവായിരിക്കും ഇവർക്ക് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ തകർക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല. ശനി നിമിത്തം ഇത്തരം കാര്യങ്ങൾ ഇവർക്ക് കുറവാകും എന്നതാണ് മറ്റൊരു കാര്യം. ശനി ദോഷങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏഴര ശനി, കണ്ടകശനി, ജന്മശനി തുടങ്ങി ശനി കോപാകുലനാകുന്ന പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇത് പല രീതിയിലാണ് ബാധിക്കുക. സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ പല പ്രതിസന്ധികൾ ഇവ മൂലം ഉണ്ടാകുന്നതുമാണ്. എന്നാൽ എപ്പോഴും ശനി അതിൻ്റെ ദയ ചൊരിയുന്നതായ ഗ്രഹങ്ങളുണ്ട്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇവർക്ക് ശനിയുടെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ശനിദോഷം വന്നാലും അത് കാര്യമായി ഏശാത്തത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ അധിപൻ എന്ന് പറയുന്നത്, അതായത് കുംഭം രാശിയുടെ അധിപനായി വരുന്നത് ശനിയാണ്. അതിനാൽ തന്നെ ശനിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശനി ഇവർക്ക് എപ്പോഴും അനുഗ്രഹ ഭാവത്തിലായിരിക്കും നിൽക്കുക. അത് മാത്രമല്ല, ശനി അതിൻ്റെ ത്രികോണ ചിഹ്നത്തിലാണ് കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാലും അത് പെട്ടെന്ന് തന്നെ തരണം ചെയ്യുന്നതിനും സന്തോഷം കണ്ടെത്തുന്നതിനും സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഏതൊരു കാര്യം വരുമ്പോഴും പകച്ചു പോകാതെ അതിനെ നേരിട്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രശ്നങ്ങൾ വർദ്ധിച്ചാൽ പോലും ഇവർക്ക് അത്തരം കാര്യങ്ങളെ ഫലപ്രദമായി തന്നെ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്ന വ്യക്തമായ ബോധ്യം വന്നു ചേരും. അത് മറ്റുള്ളവരുടെ സഹായത്താലാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ഇവർക്ക് ശനി കടാക്ഷത്താൽ വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ തന്നെ ശനിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് പൊതുവെ കുറവായിരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശനിയുമായി ബന്ധപ്പെട്ട ഓരോ സമയവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നതാണ് വാസ്തവം. അനുകൂലമായി മാറും. കൂടാതെ ശനിദേവന്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേരും എന്നതാണ് തുലാം രാശിക്കാരുടെ മറ്റൊരു പ്രത്യേകത. ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ പൊതുവെ നിങ്ങൾക്ക് കുറവായിരിക്കും. മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് കുറവാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെയാകുന്നു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അധിപൻ എന്ന് പറയുന്നത്, രാശിയുടെ അധിപനായി വരുന്നത് ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ശനിദോഷങ്ങളെ ശുക്രൻ ഫലപ്രദമായി തന്നെ തടയുകയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ
വന്ന് ഭവിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സമ്പത്ത്, ഐശ്വര്യം, സന്തോഷം കൂടാതെ ആകർഷണം എന്നീ ഗുണങ്ങൾ വർദ്ധിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങളിലും അതിഗംഭീരമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കുകയും അതിൽ മാറ്റങ്ങൾ വരികയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും പലപ്പോഴും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന പല ദോഷങ്ങളെയും നിങ്ങൾക്ക് തന്നെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ വഞ്ചന, കഠിനാധ്വാനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വഞ്ചന സംഭവിക്കാവുന്നതാണ്, എന്നാൽ അത് തരണം ചെയ്യുവാൻ സാധിക്കും. കഠിനാധ്വാനത്തോടെ മുന്നോട്ട് പോയാൽ വിജയങ്ങൾ കൂടി നേടുവാൻ സാധിക്കും. അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശനി ഐശ്വര്യവും ഭാഗ്യവും ഈ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും, അല്ലെങ്കിൽ മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം കുറവായിരിക്കും എന്ന കാര്യം ഓർക്കുക. ഇടവം രാശിയുടെയും അധിപനായി വരുന്നത് ശുക്രനാകുന്നു. ശുക്രനും ശനിയുമായുള്ള സൗഹൃദ ബന്ധം കൂടുതൽ ഗുണം നിങ്ങൾക്ക് ചെയ്യും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ബാധിക്കണം എന്നില്ല. അതായത് ശനിയുമായി ബന്ധപ്പെട്ട ഏഴര ശനി, ജന്മശനി, കണ്ടകശനി ഇവയൊന്നും നിങ്ങളെ ശരിയായ രീതിയിൽ ബാധിക്കണം എന്നില്ല. അത്രമേൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല. ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങളിലൂടെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു. അതിനാൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം, എന്നാൽ ഇവ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഐശ്വര്യം നിറയ്ക്കുവാൻ സാധിക്കുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായി നിങ്ങളെ പല രീതിയിലും ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ബാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക. ശനിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തികപരമായ ചില നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.